നമസ്കാരം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഈ സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ചും അപകടങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നതായുള്ള വാർത്തകൾ ഇതിനു മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകൾ സമയം തെറ്റിച്ച് ഓടുന്നതും മറ്റ് സ്വകാര്യ ബസ്സുകളുടെ സമയത്ത് മറ്റ് ചില ബസ്സുകൾ ഓടുന്നതുമൊക്കെ തന്നെ തർക്കത്തിൽ ആകാറുണ്ട്. അതുപോലെ തന്നെ മത്സരയോട്ടം മറ്റ് ബസ്സിനെ മറികടന്നുകൊണ്ട് പാഞ്ഞു പോകുന്നതൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അപകടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ നിരത്തുകളിൽ പതിവാകുന്ന ബസ് ജീവനക്കാരുടെ കയ്യാങ്കളിയാണ് ചർച്ചയാകുന്നത്. ബസ് ജീവനക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല വിഷയങ്ങളിലും തർക്കങ്ങൾ ഉണ്ടാകുന്നു. അത് കയ്യാങ്കളിയിലെത്തുന്നു, അതിക്രമങ്ങളിലും അസഭ്യം പറച്ചിലിലും എത്തുന്നു. അതിലൊക്കെ തന്നെ ബുദ്ധിമുട്ടുന്നത് യാത്രക്കാരാണ്. കോഴിക്കോട് നഗരത്തിലെ യാത്രക്കാർ മനം മടുത്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സമയം തെറ്റിച്ചുള്ള ഓട്ടം, സൈഡ് നൽകാത്തത്, അമിത വേഗത ഒക്കെ തന്നെയാണ് പലപ്പോഴും തെറിവിളിയിലും അടിപിടിയിലുമൊക്കെ കലാശിക്കുന്നത് സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ. ബസ് ജീവനക്കാരുടെ ഇത്തരം നടപടികൾ, ഈ കൊലവിളിയും ഗുണ്ടായുസവും ഒക്കെ കണ്ടിട്ടും പോലീസ് കർശന നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് യാത്രക്കാർ ആക്ഷേപിക്കുന്നത്. കഴിഞ്ഞ മാസം കോഴിക്കോട് ജില്ലയിൽ 3ഓളം സംഭവങ്ങളാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ ഉണ്ടായത്. ചക്കോരത്തുകുളത്ത് നിർത്തിയിട്ടിരുന്ന ബസ്സിൽ ഉറങ്ങുകയായിരുന്ന ജീവനക്കാരെ മറ്റൊരു ബസ്സിലെ ജീവനക്കാർ കൂട്ടമായെത്തി ആക്രമിക്കുന്ന സ്ഥിതിയുണ്ടായി. സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കഴിഞ്ഞ മാസമാണ് മാനാഞ്ചിറ BEM സ്കൂളിന് സമീപം യാത്രാ തടസ്സമുണ്ടാക്കിയ സ്വകാര്യ ബസ്സിനെ ചോദ്യം ചെയ്ത കുടുംബത്തെ ക്രൂരമായി റോഡിലിട്ട് മർദ്ദിച്ചത്. സ്വകാര്യ ബസ് ഡ്രൈവറായ തിരുവണ്ണൂർ സ്വദേശി ശബരീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കുടുംബം യാത്ര ചെയ്ത കാറിൽ ബസ് ഇടിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്തതിനാണ് ബസ് ഡ്രൈവർ പുറത്തിറങ്ങി റോഡിലിട്ട് കാർ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചത്. ബഹളത്തിനിടെ പുറത്തിറങ്ങിയ സ്ത്രീയെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതായി പരാതിയുണ്ട്. സൈഡ് കൊടുക്കാത്തതിന് കഴിഞ്ഞ മാസം ഉള്ളേരിയിലും സ്വകാര്യ ബസ് ജീവനക്കാർ കാർ യാത്രക്കാരെ മർദ്ദിച്ചിരുന്നു. സ്വകാര്യ ബസ്സിന് മുന്നിൽ കാറുണ്ടായിരുന്നതിനാൽ കടന്നുപോകാൻ കഴിയാതെ വന്നതോടെയാണ് കാർ യാത്രക്കാരെ മർദ്ദിച്ചത്. ബസ്സിന് സൈഡ് നൽകിയില്ല എന്നാരോപിച്ച് വടകരയിലും സമാന സംഭവമുണ്ടായി. ബസ് ജീവനക്കാർ ഉണ്ടാക്കുന്ന അതിക്രമങ്ങൾ ജില്ലയിൽ കൂടി വരുന്നതായും ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ ശക്തമായ നിയമ നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നത് എന്നുമാണ് കോഴിക്കോട് ട്രാഫിക് ACP വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ യാത്രക്കാർക്കും മറ്റ് വാഹന യാത്രക്കാർക്കും ഒക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. സ്വകാര്യ ബസ്സിന് സൈഡ് കൊടുത്തില്ലെങ്കിൽ സാധാരണ യാത്രക്കാരെ, കാറിലും മറ്റും സഞ്ചരിക്കുന്ന യാത്രക്കാരെ അടക്കം ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ഒപ്പം ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും തമ്മിൽ തല്ലും അക്രമങ്ങളും ഒക്കെ തന്നെ ഭീതിയുണ്ടാക്കുന്നു. ഇത് സ്വകാര്യ ബസ് മാഫിയ എന്ന് വേണമെങ്കിൽ പറയാം എന്നൊക്കെയാണ് ചില നാട്ടുകാർ പറയുന്നത്. ഈ സമയക്രമവും അവരുടെ ടിക്കറ്റ് കളക്ഷനും ഒക്കെ തന്നെ വച്ചുകൊണ്ടാണ് പലതരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഇവിടെ അരങ്ങേറുന്നത്. ഇത് സാധാരണ യാത്രക്കാർക്ക് ഗുണകരമാകുന്ന രീതിയിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ ചിലത് കാണും. അവർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് ചില സ്വകാര്യ ബസ് ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നാണ് കോഴിക്കോട് നഗരവാസികൾ പറയുന്നത്. അവർക്ക് സ്വകാര്യ ബസ്സുകളിൽ സഞ്ചരിക്കാൻ തന്നെ ഭയമായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു ബസ്സിനെ മറികടക്കാൻ വേണ്ടി അമിതമായ വേഗത എടുക്കുക, അല്ലെങ്കിൽ വഴിയിൽ സൈഡ് കൊടുത്തില്ലെങ്കിൽ മറ്റ് സ്വകാര്യ വാഹനങ്ങളെ ആക്രമിക്കുക, അത്തരത്തിലുള്ള നടപടികളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ശക്തമായ നിയമ നടപടി ഉണ്ടാകും എന്ന് ട്രാഫിക് ACP പറയുമ്പോഴും ഇവർക്ക് അനുകൂലമായ നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത് എന്നാണ് നഗരവാസികളുടെ പരാതി. ഇത്തരം സംഭവങ്ങൾ തടഞ്ഞേ പറ്റൂ, നിയമപരമായി നേരിട്ടേ പറ്റൂ. മറ്റുള്ളവർക്ക്, യാത്രക്കാർക്ക് ഒക്കെ തന്നെ, സ്വകാര്യ വാഹനങ്ങൾക്കൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, അവരെയൊക്കെ ആക്രമിക്കുന്ന രീതിയിൽ, ആക്രമിക്കുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അതീവ ഗുരുതരമായ വിഷയം തന്നെയാണ്.